അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് സഖ്യമായിക്കൊണ്ട് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടി മാർച്ച് 28-ാം തീയതിയിലേക്ക് ഒരു മാസം പിന്നിടുകയാണ്. ഫെബ്രുവരി 28-ാം തീയതിയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് ഈ സൈനിക നടപടി ആരംഭിച്ചത്. കേവലം 4 ദിവസങ്ങൾ കൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കാനും തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും എന്ന കണക്കുകൂട്ടലിലായിരുന്നു അമേരിക്കയും ഇസ്രയേലും. പക്ഷേ ഇന്ന് ആ സൈനിക നടപടി ഒരു മാസം പിന്നിടുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, യുദ്ധമുഖത്ത് വളരെ വലിയ മുന്നേറ്റമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ച ഇസ്രയേലിലേക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കും മാത്രമല്ല ഇറാൻ ആക്രമണം നടത്തുന്നത്, മറിച്ച് പശ്ചിമേഷ്യയിലെ 9ഓളം വരുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് ഇറാൻ യുദ്ധമുന്നണി തുറന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ 2 സൈനിക ശക്തികൾക്കെതിരെ, അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ, അതും വർഷങ്ങളോളം വിവിധതരം ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന ഇറാന് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കേവലം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തമായ സൈനിക ശേഷി കൊണ്ടും മാത്രം ഇത് സാധ്യമാണോ? തീർച്ചയായും അല്ല. പിന്നെ ആരാണ് ഇറാൻ്റെ ഈ ആയുധശേഷിക്കും യുദ്ധത്തിലെ പ്രഹരശേഷിക്കും പുറകിൽ? ലോകത്തിലെ വൻശക്തികളായ റഷ്യയും ചൈനയും തന്നെയാണ് ഇറാൻ്റെ കരുത്തിന് പുറകിൽ. യുദ്ധമുഖത്ത് ചൈനയും റഷ്യയും ഇറാനെ പിൻവാതിലിലൂടെ സഹായിക്കുന്നു എന്നത് വളരെ പരസ്യമായ രഹസ്യമാണ്. ഇറാനോ റഷ്യയോ ചൈനയോ ഇത് നിഷേധിച്ചിട്ടുമില്ല. പല മാധ്യമ അഭിമുഖങ്ങളിലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ചൈനയും റഷ്യയും ഇറാൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ് എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നത്? യുദ്ധരംഗത്ത് സാങ്കേതിക വിദ്യകൾ നൽകിക്കൊണ്ടാണ് റഷ്യ ഇറാനെ സഹായിക്കുന്നത്. ശത്രുവിൻ്റെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ഇറാൻ്റെ ആകാശത്തെ സംരക്ഷിക്കാൻ അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ S-300-ഉം S-400-ഉം നൽകിക്കൊണ്ട് റഷ്യ ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും ഇൻ്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാന് കൈമാറുന്നുണ്ട്. യുദ്ധരംഗത്ത് റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഇറാനെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. യുക്രൈനുമായി റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലെ യുദ്ധത്തിൽ റഷ്യയെ ഡ്രോണുകൾ നൽകിക്കൊണ്ട് ഇറാൻ സഹായിച്ചിരുന്നു. ഇതിന് പ്രത്യുപകാരമായി ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇനി ചൈന എങ്ങനെയാണ് ഇറാനെ സഹായിക്കുന്നത്? റഡാർ സംവിധാനങ്ങളും യുദ്ധരംഗത്ത് ഉപകാരപ്പെടുന്ന AI സാങ്കേതിക വിദ്യകളും നൽകിക്കൊണ്ട് മാത്രമല്ല ഇറാനെ ചൈന സഹായിക്കുന്നത്. സാമ്പത്തികവും നയതന്ത്രപരവുമായ സപ്പോർട്ട് കൂടെ നൽകിക്കൊണ്ടാണ് ഇറാനെ ചൈന സഹായിക്കുന്നത്. അമേരിക്കയുൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറുക്കുമ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ്. ഇത് ഇറാൻ്റെ സമ്പദ്ഘടനയെ തകരാതെ പിടിച്ചു നിർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇറാനെതിരെയുള്ള നീക്കങ്ങളെ പലപ്പോഴും എതിർത്ത് പരാജയപ്പെടുത്തുന്നത് ചൈനയും റഷ്യയുമാണ്. അതുമാത്രവുമല്ല, ഇറാൻ്റെ അടിസ്ഥാന മേഖലകളിൽ $200 ബില്യൺ അടുത്ത 25 വർഷത്തേക്ക് വേണ്ടി ചൈന നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇനി റഷ്യയും ചൈനയും എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്നത്? അതിനു പുറകിലും ഒരു രാഷ്ട്രീയമുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിലൂടെ ഇറാനെ മാത്രമല്ല അമേരിക്കയും ഇസ്രയേലും തകർക്കുന്നത്, മറിച്ച് മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെയും റഷ്യയുടെയും താൽപ്പര്യങ്ങൾ കൂടെയാണ് അമേരിക്ക തച്ചു തകർക്കുന്നത്. മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും താൽപ്പര്യങ്ങളെയും സ്വാധീനങ്ങളെയും എന്നേക്കുമായി അവസാനിപ്പിക്കുകയും അമേരിക്കയുടെ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ ഊട്ടിയുറപ്പിക്കുകയും കൂടെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റ് മധുരയെ കയ്യാമം വെച്ച് കൊണ്ടുപോയപ്പോഴും വെനസ്വേല എന്ന രാജ്യത്തെ മാത്രമല്ല അമേരിക്ക ലക്ഷ്യം വെച്ചത്, മറിച്ച് അതിൻ്റെ പുറകിലുള്ള ചൈനയുടെ താൽപ്പര്യവും വെനസ്വേലയിൽ ചൈന നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കൂടെയാണ് അമേരിക്ക തച്ചു തകർത്തത്. ഇതൊക്കെയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചൈനക്കും റഷ്യക്കും വളരെ നന്നായി അറിയാവുന്നതുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചൈനയും റഷ്യയും ഈ യുദ്ധം തിരശീലയ്ക്ക് പിന്നിൽ നിന്നാണെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ റഷ്യ സൈനികമായും ചൈന സാമ്പത്തികമായും
പുറകിൽ നിന്ന് ഇറാന് പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സഹായങ്ങൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ സമാധാന ചർച്ചകളിൽ വഴിവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകശക്തികളുടെ ഈ കളിയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവി എന്താകും എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയെ മതത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നവരുണ്ട്. ലോകത്ത് ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്ക് പുറകിൽ മതമോ ബൈബിളോ ഖുർആനോ തോറയോ ഒന്നുമല്ല, കേവലമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളും മാത്രമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഏതൊരു യുദ്ധത്തിൻ്റെയും കെടുതി അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന കേവലമായ സാധാരണ പച്ച മനുഷ്യർ മാത്രമാണ്.